ഹരേ കൃഷ്ണ. നല്ലൊരു സാമ്പാറാണ് ഇന്നുണ്ടാക്കി കാണിക്കുന്നത്. ഭഗവാന് നൈവേദ്യം വെക്കാം, ഓണത്തിന് നമുക്കുണ്ടാക്കാം, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് വെറുതെ കഴിക്കാൻ പോലും വളരെ രുചിയാണ് ഈ സാമ്പാറിന്. ഒരു സ്വാത്വിക് സാമ്പാറാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ, ഇപ്പം ഞാനെടുത്തിരിക്കുന്ന പച്ചക്കറികൾ മത്തങ്ങയുണ്ട്, വഴുതനങ്ങയുണ്ട്, അതുപോലെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് അതിലേക്ക് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഇതൊന്ന് വഴറ്റണം. നമുക്കിഷ്ടമുള്ള പച്ചക്കറിയൊക്കെ എടുക്കാം. ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാത്ത ഒരു സാമ്പാറാണ്. അങ്ങനെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും അതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചു. അപ്പോഴേക്കും ഞാൻ വറക്കാൻ ആവശ്യമായ മല്ലി, 2 സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ 1 സ്പൂൺ കടലപ്പരിപ്പ്, ഒരു 1/2 സ്പൂൺ ഉഴുന്ന്, പിന്നെ മുളക്, ഇത്ര എടുത്തിട്ട് ചെറുതായിട്ടൊരു ശകലം എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നു. അങ്ങനെ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങ അത്ര ഇട്ട് അതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട്, കറിവേപ്പിലയും ചേർത്തേ, എന്നിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുന്നു. ഒരുപാട് തീയലിൻ്റെ കൂട്ട് വറക്കില്ല, എന്നാൽ ഇതൊന്ന് ചെമ്പകപ്പൂവിൻ്റെ കളറിലേക്ക് ഒന്ന് ചുമന്ന് വരും. ഇതിപ്പോൾ പകുതി ആ മല്ലി മുളകും ഒക്കെ വറന്നിരുന്നപ്പോഴാണ് തേങ്ങ ഇട്ടത്. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇതിങ്ങനെ എല്ലാം കൂടെ ചേർത്ത് വറന്നതേ ഇപ്പോൾ ഈ പരുവം. തേങ്ങയങ്ങ് ബ്രൗൺ കളറായില്ല, എന്നാലും തേങ്ങയുടെ ആ കളറൊക്കെ ഒന്ന് മാറി ബാക്കി മല്ലിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല മല്ലിയായിരുന്നു. അതിനുശേഷം ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ച് വെച്ചു. അപ്പോഴേക്കും ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെന്ത കഷ്ണത്തിലേക്ക് ഞാൻ തുവരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ ചേർക്കുന്നു. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ പുളിവെള്ളത്തിൽ കിടന്ന് ഈ വെണ്ടയ്ക്ക തിളയ്ക്കുമ്പോൾ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊന്നും വരില്ല. വെണ്ടയ്ക്ക വീണ്ടും എണ്ണയിലൊന്നും വഴറ്റി നമുക്ക് അത്രയും എണ്ണയൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. പുളിവെള്ളത്തിൽ മുളകായാലും വെണ്ടയ്ക്കയൊക്കെ ആയാലും തിളച്ച് കഴിഞ്ഞാൽ, വെന്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നമ്മൾ കുറച്ച് മുളക് ആ വറക്കുന്നതിനകത്ത് ചേർത്തിരുന്നു, എങ്കിലും ഒരു കളറൊക്കെ കിട്ടുന്നതിനായിട്ട് കുറച്ച് മുളകും കൂടെ ഞാൻ, കാശ്മീരി മുളകോ അതല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കുക. നമ്മൾ നേരത്തെ ചേർത്ത മുളകിനനുസരിച്ചിട്ട്, കാരണം ഓരോരുത്തരും ഓരോ അളവിലാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത്. എന്നിട്ട് ആ മുളക് പൊടിയും കൂടെ ചേർത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, സാമ്പാറിന് എത്ര വെള്ളം വേണമോ അതനുസരിച്ചിട്ടുള്ള വെള്ളവും ചേർത്ത് ഇനി നമുക്ക് അടച്ചു വെച്ച് ഈ സാമ്പാറൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ തിളച്ച് നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ വെന്ത് പുളിയുടെ ആ പച്ച ചുവയൊക്കെ മാറി, മുളക് പൊടി ഈ പുളിവെള്ളത്തിൽ ചേർക്കുമ്പോൾ മുളക് പൊടിയുടെ റോ സ്മെല്ല് അതും മാറും. അതിനുശേഷം ഈ കഷ്ണങ്ങളൊക്കെ വെന്തപ്പോഴേക്കും ഞാൻ അരച്ച് വെച്ചിരുന്ന ആ അരപ്പ് അതും കൂടെ ചേർത്ത് ഒരു ശകല ശർക്കര അതും ചേർക്കും. ഒരുപാട് വേണ്ട, കുറച്ച്, മധുരമാകരുത്. അതിനനുസരിച്ചിട്ട് നമ്മൾ ആ മൊത്തം ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനാവശ്യമായ വളരെ കുറച്ച് ശർക്കര, വളരെ കുറച്ചേ ചേർക്കാവൂ, ഇല്ലെങ്കിൽ സാമ്പാറിന് മധുരം വരും. മധുരം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ അത്ര രുചി ഉണ്ടാവില്ല. കാരണം നമ്മുടെ ചോറിന് അത്രയും മധുരം വന്നാലും രുചി ഉണ്ടാകില്ല. പക്ഷേ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത്. അതിനുശേഷം കടുക് വറക്കുന്നു. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കടുക് വറുത്ത് തീ നിർത്തി ആ ചൂടെണ്ണയിലേക്ക് നമ്മൾ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർക്കുന്നു. തീ നിർത്തിയിട്ട് വേണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിനുശേഷം അത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ച് അപ്പം തന്നെ അത് അടച്ചു വെക്കണം. എന്നിട്ട് പിന്നെ എപ്പോഴാണോ
നമുക്ക് കഴിക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് തുറന്നെടുത്ത് ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം സാമ്പാർ വെക്കാൻ. പിന്നെ ഈ സാമ്പാർ നല്ല കട്ടിയുള്ള സാമ്പാറാണ്, അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കണം. ഇനി കുറുകി പോകുന്നു എന്ന് തോന്നുവാണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം, ആ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്തേക്ക് ശകലം കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ച് ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാം, നോക്കാം. എങ്കിലും ആദ്യം തന്നെ കറക്റ്റ് വെള്ളത്തിൽ ഇച്ചിരി ലൂസായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളമ്പുമ്പോഴേക്കും അത് നല്ല പരുവത്തിൽ ഇരിക്കും. നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പം തന്നെ ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകും. കാരണം നമ്മൾ മല്ലിയും തേങ്ങയും അതുപോലെ കടലപ്പരിപ്പും ഒക്കെ അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ലൂസായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് നല്ല പരുവത്തിലായിരിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തേങ്ങ എടുക്കുമ്പം ഒരു 2-3 സ്പൂൺ തേങ്ങ എടുത്താൽ മതി. ഒരുപാട് തേങ്ങ എടുക്കണ്ട. ഒരുപാട് തേങ്ങ എടുത്തു കഴിഞ്ഞാൽ ഈ സാമ്പാറിന് ഒരു തീയലിൻ്റെ രുചിയാവും. കാരണം നമ്മൾ തീയൽ വെക്കുമ്പോഴാണ് നിറച്ച് തേങ്ങ വറുത്ത് ചേർക്കുന്നത്. സാമ്പാറിന് അങ്ങനെ വേണ്ട, വളരെ കുറച്ച് തേങ്ങ മതി. 1 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട്, എത്രയാണോ സാമ്പാർ വെക്കുന്നത് അതനുസരിച്ചിട്ട് കുറച്ച് തേങ്ങ മതി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ല രുചിയുള്ള സാമ്പാറാണ്. നമുക്ക് ഇഡ്ഡലിക്കൊക്കെ കഴിക്കുമ്പോൾ ഈ സാമ്പാർ തന്നെത്താൻ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ വെറുതെ കഴിക്കും. അത്രയ്ക്ക് രുചിയാണ് ഈ സാമ്പാറിന്. മല്ലിയുടെയൊക്കെ നല്ല രുചിയാണ്. നല്ല മല്ലിയായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല മല്ലി മേടിച്ചിട്ട് കൂട്ടാൻ വെക്കാനായിട്ട് ശ്രമിക്കുക. ചില മല്ലിക്കൊന്നും ഒരു മണമോ ഒരു രുചിയോ ഒന്നും കാണില്ല. നല്ല മല്ലി നോക്കിയിട്ട് എടുത്ത് കൂട്ടാൻ വെക്കണം. ഇങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കിയാൽ നമുക്ക് ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല, ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ അപാരമായ രുചിയാണ് ഈ സാമ്പാറിന്, അത് ഉറപ്പാണ്. ഇത്തവണ ഞാൻ കുറച്ച് കൂട്ടാൻ ഇടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അച്ചാറുകൾ ഇട്ടു, ഇഞ്ചിക്കറി ഇട്ടു, നാരങ്ങ, അതുപോലെ മാങ്ങ. ഇനി അങ്ങോട്ട് കുറച്ച് കൂട്ടാനൊക്കെ ഇടുന്നുണ്ട്. ഇതിലൊന്നും ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർത്തിട്ടില്ല. ഇതേ രീതിയിൽ നമ്മൾ സദ്യ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഭഗവാന്റെ മുമ്പിൽ നൈവേദ്യമായിട്ട് വെക്കാമല്ലോ. കാരണം ഇതിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നുമില്ല, എന്നാൽ രുചിക്ക് ഒരു കുറവുമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇത്തവണത്തെ ഓണത്തിന് ഉള്ളിയും വെളുത്തുള്ളിയും വേണ്ട, ഇല്ലാതെ നമുക്ക് സദ്യ ഉണ്ടാക്കാം. നമ്മൾ അതനുസരിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഓണത്തിന് മുമ്പ് ഇതേപോലൊരു സാമ്പാറൊന്നും ഉണ്ടാക്കി കുറച്ചുണ്ടാക്കി നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കാം. അതിൽ തേങ്ങയുടെ കാര്യം ശ്രദ്ധിക്കുക. നല്ല മല്ലി മേടിക്കുമ്പം അത് ശ്രദ്ധിക്കുക. തേങ്ങ വളരെ കുറച്ച് മതി. ശർക്കര ചേർക്കുമ്പം കുറച്ചേ ചേർക്കാവൂ, കൂടുതൽ ചേർത്ത് മധുരം വരുത്തരുത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ്. ധൈര്യമായിട്ട് ഭഗവാൻ നൈവേദ്യമായിട്ട് വെക്കുകയും ചെയ്യാം. ഹരേ കൃഷ്ണ.